എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്ന് വർക്കലയിലേക്ക് പോവുകയാണ്. അപ്പം നബിദിനത്തോടൊക്കെ അനുബന്ധിച്ച് ഇന്ന് ഒത്തിരി പ്രോഗ്രാംസ് ഒക്കെ റോഡിൽ നടക്കുന്നുണ്ട്. ഒത്തിരി പേര് ഡാൻസ് കളിക്കുന്നുണ്ട്. അത് കാണുവാൻ തന്നെ ഒത്തിരി ആൾക്കാരൊക്കെ റോഡിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ അധികം തിരക്കുന്ന റോഡിൽ അങ്ങനെ കാണാനില്ല യാത്രയിലൊക്കെ, കാരണം ഒത്തിരി വണ്ടിയൊക്കെ കുറവാണ് ഇന്ന് ഓണത്തോടനുബന്ധിച്ച് തന്നെ. അതുകൊണ്ട് പോകാനും ട്രാഫിക്കൊന്നും അധികം ഇല്ലാതെ ഞങ്ങൾക്ക് പോകാൻ കഴിയുന്നുണ്ട്. അപ്പം ഞങ്ങൾ കഴക്കൂട്ടം കടനുകുളം വഴി പെരുമാതുറ റോഡിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഹാർബറുണ്ട്. അപ്പോൾ ഹാർബറിലെ കാഴ്ചകളും കൂടെ കണ്ടുവച്ച് പോകാമെന്ന് വിചാരിച്ച് ഹാർബറിലേക്ക് ഞങ്ങൾ വരികയാണ്. അപ്പോൾ എന്താണ് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളെന്ന് നോക്കാം. ഇവിടെ ഒരു പഴയ ബോട്ട് നിർത്തിയിട്ടിട്ടുണ്ട്. ബോട്ട് കിടക്കുന്ന കാണാൻ പറ്റും. ഒത്തിരി ബോട്ടുകൾ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. വളരെ നല്ലൊരു ആയിട്ട് തോന്നുന്നുണ്ട് ഇവിടെ ഹാർബറിൻ്റെ ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ. ഇവിടെ കുറച്ച് പേര് ഇതേ മീൻ പിടിക്കുന്നുണ്ട്. വളരെ ഫ്രഷ് മീനായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ ഇവിടെ ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് മീൻ കൊണ്ടുപോകാൻ കഴിയും. നല്ല റേറ്റ് കുറച്ച് തന്നെയാണ് അവർ കൊടുക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഈ പാലത്തിൽ നോക്കി കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഒത്തിരി വള്ളങ്ങളൊക്കെ പോകുന്നുണ്ട്. അതുപോലെ മീൻ പിടുത്തക്കാരൊക്കെ ഒത്തിരി നിപ്പുണ്ട് താഴത്ത് തന്നെ. ഇവിടെ ഒത്തിരി വഴിയോര കച്ചവടക്കാരിരിപ്പുണ്ട്. കൂടുതലും ഒരു ഉണക്ക മീനൊക്കെയാണ് ഇവിടെ വെയിലത്ത് ഉണക്കാൻ ഇട്ടിരിക്കുന്നത്. നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ ഒത്തിരി പേര് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഈ പ്രദേശത്ത് കടൽ കയറിയിട്ട് ഒത്തിരി വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി വീടിൻ്റെ പല ഭാഗങ്ങളും നഷ്ടപ്പെട്ട ആളുകൾ ഇവിടെ നിന്നൊക്കെ മാറിയിട്ടുണ്ട്. അതിൻ്റെ ഒത്തിരി പഴയ വീടുകളുടെ പൊളിഞ്ഞ ഭാഗമൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. കടൽ ഒത്തിരി കയറിയിട്ടുണ്ട് കരയിലേക്ക്. കഴിഞ്ഞ തവണത്തെ കടലാക്രമണത്തിൽ ഒത്തിരി വീടുകൾ നഷ്ടപ്പെട്ടായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഈ പ്രദേശത്ത് ലെഫ്റ്റ് സൈഡിൽ കടലും റൈറ്റ് സൈഡിൽ കായലുമായിട്ടാണ് നമുക്ക് കാണപ്പെടാൻ കഴിയുന്നത്. ഇവിടെ ഒത്തിരി വചനങ്ങളൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. പള്ളിയിലെ വചനങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. സമാധാനമായി പോയി വരിക, യേശു കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. എൻ്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള വചനങ്ങളൊക്കെ ഇവിടെ ചുമരിൽ എഴുതി വച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ തൊട്ട് തന്നെ അടുത്ത് പള്ളികളൊക്കെ കാണാൻ കഴിയും. ഇത് അഞ്ചുതെങ്ങെന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു കോട്ടയുണ്ട്. ഞങ്ങൾ എത്തിയപ്പം 5 മണി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ 5 മണി വരെ പാസ്സുള്ളൂ. അപ്പോൾ എൻട്രി ഉള്ളൂ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ആണ്.
അപ്പം ഞങ്ങൾ എത്തിയപ്പോൾ സമയം ഒത്തിരി വൈകിയതുകൊണ്ട് ഞങ്ങൾക്ക് അകത്ത് കയറാൻ കഴിഞ്ഞില്ല. അപ്പം ഞങ്ങൾ ഇറങ്ങിയത് തന്നെ ഉച്ചയ്ക്കാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. അപ്പം ഞങ്ങൾ എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യുന്നില്ല, ഞങ്ങൾ അങ്ങോട്ട് തന്നെ പോവുകയാണ്. വർക്കല ഇനി പോകാനുള്ളത് കൊണ്ട് കുറച്ച് ഒരു അരമണിക്കൂർ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും പോകാനുള്ളതുകൊണ്ട് ഇവിടെ ഒരു ചെറിയൊരു ഹാർബർ പോലെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു കായലും ഉണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. ഇവിടെ വള്ളമൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടുകൊണ്ട് ഇങ്ങോട്ട് നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടെ കുറച്ച് വള്ളങ്ങൾ കാണാൻ കഴിയും. അതുപോലെ ഇവിടെ ഒത്തിരി തെങ്ങൊക്കെ ഉണ്ട്. അതാണ് 5 തെങ്ങെന്ന സ്ഥലത്തിന് പറയുന്നത്. ഒത്തിരി കൂടുതൽ കാണാൻ കഴിയും. നമുക്ക് തെങ്ങാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെ വർക്കല ക്ലിഫ് എത്തിയിട്ടുണ്ട്. ഇവിടെ ഭയങ്കര ബ്ലോക്കാണ്, വണ്ടിയൊന്നും അങ്ങോട്ട് വിടുന്നില്ല. അവിടെ പാർക്കിംഗ് ഫുള്ളായെന്നാണ് പറയുന്നത്. പോലീസുകാർ അവിടെ നിന്ന് വണ്ടിയെല്ലാം താഴോട്ട് വിട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വരുന്നവരെ താഴെ പാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ആരെയും കയറ്റി വിടുന്നില്ല. അങ്ങനെ ഞങ്ങൾ വണ്ടി തിരിച്ച് പാപനാശത്തേക്ക് വന്നു. ഇതുവഴിയും പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വണ്ടി തിരിച്ച് ഇവിടെ എത്തി. അപ്പോൾ ഇവിടെയും ബ്ലോക്കാണ്. കടലിലേക്കിട്ട് പോകാൻ വേണ്ടി ഇവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പം ഇവിടെയും ട്രാഫിക് ഉണ്ട്, എന്നാലും വണ്ടി പോലീസ് അങ്ങോട്ട് അറേഞ്ച് ചെയ്ത് വിട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ സൈഡിലൊക്കെ ഒത്തിരി കടകളൊക്കെ കാണാൻ കഴിയും. ഏകദേശം ഒരു വൈകിയ നേരമായി, അതുകൊണ്ട് തന്നെ റെസ്റ്റോറൻറ്റും അതുപോലെ തന്നെ കടകളൊക്കെ ഒത്തിരി കാണാൻ കഴിയും. ഇവിടെ ഒന്നും ഇറങ്ങാൻ പറ്റത്തില്ല, ഒത്തിരി ബ്ലോക്കും ട്രാഫിക്കൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ഇറങ്ങാൻ പറ്റത്തില്ല. അവിടെ വണ്ടി ഒതുക്കിയതിന് ശേഷം ഇങ്ങോട്ടൊക്കെ വരാൻ കഴിയുന്നതായിരിക്കും. പ്രത്യേകിച്ച് ഈ ഫെസ്റ്റിവൽ, ഓണം അങ്ങനത്തെ ടൈമുകളിലൊക്കെ ഇവിടെ വരുമ്പം ഭയങ്കര തിരക്കായിരിക്കും. അപ്പം ഞങ്ങളിവിടെ ഒരിടത്ത് മുകൾ ഭാഗത്തായിട്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി തന്നു. അങ്ങനെ ഞങ്ങളിവിടെ വണ്ടി പാർക്ക് ചെയ്തു. അപ്പോൾ ഒത്തിരി വണ്ടികൾ പാർക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ടൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. കയറി വരുന്നിടത്തൊന്നും അവർ പാർക്ക് ചെയ്യാൻ സമ്മതിക്കില്ല. അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരു മുകളിലൊരു ഭാഗത്ത് റെസ്റ്റോറൻറ്റ് സൈഡിലായിട്ട് നമുക്ക് സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വേണം പാർക്ക് ചെയ്യാൻ. ഇനി ഞങ്ങൾ കടലിലേക്ക് പോവുകയാണ്. ഒത്തിരി പേര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഏകദേശം വൈകുന്നേരം വെയിലൊക്കെ ഏകദേശം മാറിയൊരു ടൈമാണ്. അപ്പോൾ ഒത്തിരി പേര് ഇപ്പം കടലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒത്തിരി ജനങ്ങളിപ്പോൾ കൂടുകയാണ്, ആൾക്കാരെല്ലാം. സ്റ്റെപ്പ്
കിടപ്പുണ്ട്. ഒരു പട്ടിയുടെ വഴി തന്നെ കയറി കിടപ്പുണ്ട്. കച്ചവടക്കാർ അത് വിൽക്കുന്നവരെല്ലാം അവർ കുറേയൊക്കെ ഇതേ മണ്ണിൽ കുഴിച്ച് വെച്ച് അത് ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കാഴ്ചയ്ക്ക്. കുട്ടികളൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് ഓടി വന്ന് വാങ്ങിക്കുമല്ലോ, അതിനുള്ള ഈ സംവിധാനത്തിലാണ് അവരത് ചെയ്തു വെച്ചിരിക്കുന്നത്. കുതിര വന്നിട്ടുണ്ട്. വളരെ മനോഹരമായൊരു കുതിര. അവധി ദിവസങ്ങളൊക്കെ ആയതുകൊണ്ട്, ഓണവും കൂടെ ആയതുകൊണ്ട് ഒത്തിരി ആൾക്കാർ, യൂത്തും അതുപോലെ കുട്ടികളെല്ലാം ഒത്തിരി പേര് വന്നിട്ടുണ്ട്. ഒത്തിരി പേര് മണ്ണിൽ തന്നെ അവർ കളിക്കുകയാണ്. ആർക്കും കടലിലോട്ട് ഇറങ്ങാനുള്ള പെർമിഷൻ ഇല്ലാത്തത് കൊണ്ടായിരിക്കണം അവർ എല്ലാവരും കരയിൽ തന്നെ നിൽക്കുകയാണ്. ആരെയും കടലിലോട്ട് ഇറക്കുന്നില്ല. അവിടെ ഒരു ചുമന്ന കൊടി നാട്ടിയിട്ടുണ്ട്. കുറേ ഇന്ന് പതിവിലും കൂടുതൽ തിര കൂടുതലായതുകൊണ്ടായിരിക്കണം ആരെയും അങ്ങോട്ട് ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല. തിര ഭയങ്കര ശക്തമായിട്ടുള്ള കാറ്റും തിരയുണ്ട്. ഗാർഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. അവർ ആരെയും കടലിലോട്ട് ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും കരയിൽ നിന്നുകൊണ്ട് തന്നെയാണ് സെൽഫി എടുക്കലും സംസാരിക്കലും ഒക്കെ നടത്തുന്നത്. കടലിലിറങ്ങാൻ പറ്റാത്തതിൻ്റെ വിഷമം ഒത്തിരി പേരുടെ മുഖത്തുണ്ട്. കുട്ടികളൊക്കെ ഭയങ്കര വിഷമത്തിലിരിക്കുന്നത്. അതുകൊണ്ട് അവർ മണ്ണൊക്കെ തന്നെ വാരി കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ആർക്കും കടലിലിറങ്ങാനുള്ള പെർമിഷൻ കൊടുക്കുന്നില്ല. ഞങ്ങളിപ്പോൾ കുറച്ചു നേരം ഇവിടെ കരയിൽ തന്നെ സൈഡിലിരിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് വന്നത് വേസ്റ്റ് ആയതുപോലെയുണ്ട്. കാരണം ആർക്കും കടലിൽ ഇറങ്ങാനുള്ള പെർമിഷൻ കൊടുക്കാത്തതുകൊണ്ട് എല്ലാവരും മണ്ണിൽ തന്നെ പുറത്ത് അവിടെയൊക്കെ നിന്ന് കുട്ടികൾ കളിക്കുന്നുണ്ട്. വലിയവരൊക്കെ കടലിലോട്ട് നോക്കിയിരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചു നേരം ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നു. കടലിൽ ഇറങ്ങാമെന്ന് പറഞ്ഞ് വന്നതാണ്. അപ്പോൾ എല്ലാവരുടെ മുഖത്തും ആ വിഷമമുണ്ട്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനൊന്നും ആരും അറിഞ്ഞു കാണത്തില്ല. അപ്പോൾ ഒത്തിരി പേര് പരിചയപ്പെട്ടതിലൊക്കെ ദൂരെ നിന്ന് വന്നവരൊക്കെ ഉണ്ട്. ആലപ്പുഴ, അങ്ങനെ കോഴിക്കോട് നിന്നൊക്കെ വന്ന ഒത്തിരി ആൾക്കാരുണ്ട്.
പരിചയപ്പെട്ടതിൽ. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ വന്ന് ഇറങ്ങിയതാണ് വർക്കല ബീച്ച് കാണാൻ വേണ്ടി. അതോടൊപ്പം കടലിൽ ഇറങ്ങാമെന്ന് പറഞ്ഞ് വന്നവരുമുണ്ട്. പക്ഷെ ആർക്കും കഴിയാത്തതുകൊണ്ട് എല്ലാവരും മണ്ണിലൊക്കെ, കുട്ടികളൊക്കെ മണ്ണിലൊക്കെയാണ് കളിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെയുള്ള ഓലപ്പുര എന്ന റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ കയറി. അപ്പം അവിടുത്തെ ഒത്തിരി തിരക്കുണ്ട്, എന്നാലും ഫിഷ് ഐറ്റംസ് എല്ലാം കഴിഞ്ഞു. അവിടെ ഉള്ള ഐറ്റംസ് എന്ന് പറഞ്ഞപ്പം പൊറോട്ടയും ബീഫും, അതുപോലെ ഞങ്ങൾ ചിക്കൻ നൂഡിൽസുമാണ് ഓർഡർ ചെയ്തത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റി നമുക്ക് ഇവിടുത്തെ ഓണറിനോട് ചോദിക്കാം. അല്ലാതെ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? സാധാരണയായിട്ട് ഇവിടെയുള്ള നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മീൽസ് ആണ്. സ്പെഷ്യൽ ട്രഡീഷണൽ ആയിട്ടുള്ള കേരള മീൽസ് ആണ് നമ്മൾ മെയിനായിട്ട് വരുന്നത്. അത് ഉപ്പേരി, ചക്ക വരട്ടി, പിന്നെ അവിയൽ, പായസം,
പിന്നെ തോരന്, 10-19 കൂട്ടം കറികളും പിന്നെ ഇതെല്ലാം അവിടെ കൂട്ടിയിട്ടുള്ള ട്രഡീഷണൽ ഫിഷ് ഐറ്റംസ് ഉണ്ട്. ഫിഷ് ഐറ്റംസ് ഡിഫറെൻറ്റ് വെറൈറ്റി ആയിട്ട്, അതായത് ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന ഫ്രഷ് ആയിട്ടുള്ള ഫിഷുകൾ മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ. അതിപ്പം ഇന്നിപ്പോൾ കിട്ടുന്ന ഫിഷ് ഒരു ഉച്ച 3 മണിയൊക്കെ 4 മണിയാകുമ്പോഴത്തേക്ക് മൊത്തം തീരും. പിന്നെ വൈകുന്നേരം എല്ലാ ദിവസവും കിട്ടുന്ന ദിവസങ്ങളിൽ മാത്രം. ഇന്നിപ്പോൾ നോക്കുകയാണെങ്കിൽ രാവിലെ കരിമീൻ ഉണ്ടായിരുന്നു, നെയ്മീൻ ഉണ്ടായിരുന്നു, ആവോലി ഉണ്ടായിരുന്നു, അയക്കൂറ ഉണ്ടായിരുന്നു, പിന്നെ പ്രോൺസ് ഉണ്ടായിരുന്നു, ഞണ്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം തരുന്നു. ഇപ്പോൾ അയല മാത്രമേ ഉള്ളൂ. ഇതിന്റെ ടൈമിംഗ് എങ്ങനെയാണ്? ടൈമിങ് രാവിലെ 6 മണിക്ക് നമ്മൾ ഇവിടെ ഓപ്പൺ ചെയ്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 10 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. 10 മണിക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന തിരക്കാണ്. ചില 10:30 വരെ. നൈറ്റ് എത്ര മണി വരെ ഉണ്ട്? 10:30 വരെ രാത്രി 10. ഈ ലൊക്കേഷൻ എവിടെയായിട്ട് വരും? ലൊക്കേഷൻ ഇത് നമ്മുടെ ഹെലിപ്പാഡിന് വർക്കല ഹെലിപ്പാഡിനടുത്തായിട്ടാണ്. അടുത്താണ്. ഓക്കെ, താങ്ക് യു. അങ്ങനെ ഞങ്ങൾ ഓലപ്പുര റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി. നല്ല ഫുഡായിരുന്നു, നല്ല സ്പൈസി ഫുഡായിരുന്നു. അപ്പോൾ തീർച്ചയായും വർക്കല വരുന്നവർ മറക്കണ്ട, ബീച്ചിൽ വരുന്നവർ തീർച്ചയായും ഓലപ്പുര റെസ്റ്റോറൻറ്റിൽ കയറണം. പകലൊക്കെ നല്ല ഫുഡുണ്ട് അവിടെ, നല്ല ഹോംലി ഫുഡ് പോലത്തെ നല്ല ചോറും നല്ല മീനിൻ്റെ പല വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഞങ്ങളിനി തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് 1.5 മണിക്കൂർ യാത്രയുണ്ട് ഇവിടെ നിന്ന് തന്നെ. അപ്പം വീഡിയോ ഇവിടെ വർക്കല വന്നവർ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് തുടർന്ന് കാണാം.